ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തു ശംസ്, ആയത് നമ്പർ 8, വിവരണം 2. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. അങ്ങനെ അവൻ അതിന് അതിന്റെ ധർമ്മവും അധർമ്മവും ബോധനം നൽകി. ഈ 8-ാമത്തെ ആയത്തിന്റെ അർത്ഥമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേട്ടത്. ഇപ്പൊ മനുഷ്യന്റെ മനസ്സിന് ധർമാധർമ്മങ്ങൾ ഇൽഹാം ചെയ്തു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ് അതുകൊണ്ട് താല്പര്യപ്പെടുന്നത്? അതാണ് നമുക്കിനി പരിശോധിക്കാനുള്ളത്. ഫഅൽഹമഹ, അങ്ങനെ അവൻ അതിന് ബോധനം നൽകി. ഫുജൂറഹ, അതിന്റെ അധർമ്മത്തെ. വതഖ്വാഹ, അതിന്റെ ധർമ്മത്തെയും. പ്രധാനമായി 2 താല്പര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിൽ നന്മയുടെയും തിന്മയുടെയും, അതായത് ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും വാസനകളും പ്രവണതകളും നിക്ഷേപിച്ചിരിക്കുന്നു, സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നന്മയും തിന്മയും ചെയ്യാൻ പാകത്തിലാണ് മനുഷ്യൻ. ഈ യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അനുഭവവേദ്യമാകുന്ന ഒരു കാര്യമാണ്. അപ്പൊ നന്മയുടെയും തിന്മയുടെയും ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും വാസനകളും പ്രവണതകളും നിക്ഷേപിച്ചു വെച്ചിരിക്കുന്നു എന്നതാണ് ഈ ആയത്തിന്റെ ഒരു താല്പര്യം. 2, എല്ലാ മനുഷ്യരിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൈസർഗികമായി തന്നെ ചില സങ്കല്പങ്ങൾ നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ട്. അതായത് നന്മയെ നന്മയായും തിന്മയെ തിന്മയായും വിവേചിച്ച് മനസ്സിലാക്കാനുള്ള ഒരു വാസന. നന്മ തിന്മ വിവേചന വാസന. നന്മ നല്ലതാണെന്നും തിന്മ ചീത്തയാണെന്നുമുള്ള നൈസർഗികമായ ധാരണ. അതുകൊണ്ടാണ് നമ്മൾ ചില സംഗതികളെ, ഏത് മനുഷ്യരാകട്ടെ, സ്വഭാവചര്യകളിൽ ചിലതിനെ നല്ലതായും ചിലതിനെ ചീത്തയായും കാണുന്നു. സൽസ്വഭാവത്തെയും ദുസ്വഭാവത്തെയും നമ്മൾ ഒരുപോലെയല്ല കാണുന്നത്. സൽസ്വഭാവത്തെ നന്മയായും ദുസ്വഭാവത്തെ തിന്മയായും നമ്മൾ കാണുന്നു. ധർമ്മവും അധർമ്മവും ഒരുപോലെയായിട്ടല്ല നമ്മൾ കാണുന്നത്. ധർമ്മത്തെ നന്മയായും അധർമ്മത്തെ തിന്മയായും നമ്മൾ കാണുന്നു. ദുർവൃത്തിയെ നികൃഷ്ടമായും, അതായത് തിന്മയായും, സൽവൃത്തിയെ നന്മയായും നമ്മൾ കാണുന്നു. ഇതെല്ലാം മനുഷ്യരിലും ഉള്ളിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന് പോലും അവന്റെ ഉള്ള് അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ അവന് ബോധ്യമുണ്ട് എന്നുള്ള കാര്യമാണ്. അത് തിന്മയാണ്. അതെങ്ങനെ അവന് ആ ഒരു വാസന അല്ലെങ്കിൽ ആ ഒരു ധാരണ ഉണ്ടായി എന്ന് പറയുന്നത്, അത് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു കഴിവ് അവന്റെ ഉള്ളിൽ നിക്ഷേപിച്ചത് കൊണ്ടാണ്. അപ്പൊ ഈ ഒരു വാസന മനുഷ്യന്റെ പ്രകൃതിക്ക് തികച്ചും സുപരിചിതമായ വാസനയാണ്. അതായത് നന്മയും തിന്മയും, നന്മ തിന്മ വിവേചന വാസന. അത് അല്ലാഹു മനുഷ്യന് അരുളിയിട്ടുള്ള, നൽകിയിട്ടുള്ള ജന്മവാസനയാണ്. ഖുർആനിൽ പല ആയത്തുകളിലായിട്ട് ആ യാഥാർത്ഥ്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ബലദിൽ 10-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് വഹദൈനാഹുൻ നജ്ദൈൻ, നാം അവന്, അതായത് മനുഷ്യന്, നന്മ തിന്മകളുടെ, നന്മയുടെയും തിന്മയുടെയും 2 മാർഗങ്ങൾ, അതാണ് അന്നജ്ദൈൻ, വളരെ വ്യക്തമായ 2 വഴികൾ നാം കാട്ടിക്കൊടുത്തിരിക്കുന്നു.
സൂറത്തു അദ്ദഹറിൽ പറഞ്ഞത് ഇമ്മാ ഷാക്കിറം ഇമ്മാ കഫൂറ, വഴി നമ്മൾ പറഞ്ഞു കൊടുത്തു, ഇനി അവർ തെരഞ്ഞെടുക്കാം. അപ്പൊ നന്മയും തിന്മയും ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിലാണ് മനുഷ്യനെ പടച്ചിട്ടുള്ളത്. നമ്മളെ ഒന്നാമത്തെ ഉദ്ദേശം അതാണ് പറഞ്ഞിട്ടുള്ളത്. നന്മയെ നന്മയായും തിന്മയെ തിന്മയായും വിവേചിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നൈസർഗികമായ ഗുണം, അല്ലെങ്കിൽ ആ ഒരു വാസന, ആ ഒരു കഴിവ് പ്രകൃതിയാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരുടെയും ഉള്ളിൽ നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ രണ്ടാമത്തെ ആശയമായി മനസ്സിലാക്കിയിട്ടുള്ളത്. സൂറത്തുൽ ഖിയാമയില് അന്നഫ്സുൽ ലവ്വാമ, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഫ്സിനെ കുറിച്ച്, മനസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് മനുഷ്യനെ അവൻ ചെയ്യുന്ന ദുർവൃത്തിയുടെ പേരിൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് എല്ലാവരിലും ഉണ്ടത്. സൂറത്തുൽ ഖിയാമയിൽ തന്നെ മറ്റൊരിടത്ത് പറയുന്നത് ഓരോ മനുഷ്യനും ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ വലൗ അൽഖാ മആദീറ, ഓരോ മനുഷ്യനും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്, നന്മയാണോ തിന്മയാണോ എന്നുള്ള കാര്യം അറിയുന്നുണ്ട് എന്നുള്ളതാണ്. ഒഴിവ് കഴിവുകളൊക്കെ തന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും, അല്ലേ? തെറ്റ് ചെയ്തതിന് ശേഷം ആ ചെയ്ത ആൾക്ക് ബോധ്യമുണ്ട്, എങ്കിലും ആ ചെയ്ത തെറ്റിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമം അന്വേഷിച്ചുകൊണ്ടാണ് പിന്നെ കുറുക്കു വഴികൾ അന്വേഷിച്ച്, തെറ്റായ വഴികൾ അന്വേഷിച്ച് തെറ്റുകാരനല്ലാതെ വിധി കൽപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ കാര്യങ്ങൾ എത്തുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും അറിയാം ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്നത്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരുടെയും ഉള്ളിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഈ ധർമാധർമ്മങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ വാസന, അതുപോലെ തന്നെ നന്മയും തിന്മയും, ഈ രണ്ട് ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും വാസന സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആയത്തിന്റെ വിശദീകരണത്തോടൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അള്ളാഹു ഈ ലോകത്തുള്ള ഓരോ സൃഷ്ടിക്കും അതിന്റെ അവസ്ഥക്കും സ്വഭാവത്തിനും അനുഗുണമായ ജന്മവാസനകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ജന്മവാസനകൾ നൽകിയിട്ടുണ്ട്, മനുഷ്യനും നൽകിയിട്ടുണ്ട്, മനുഷ്യരല്ലാത്ത ജീവജാലങ്ങൾക്കും നൽകിയിട്ടുണ്ട്. ജൈവികമായ അസ്തിത്വം എന്ന നിലക്ക് മനുഷ്യനും മനുഷ്യനല്ലാത്ത ജീവജാലങ്ങൾക്കും നൽകിയിട്ടുള്ള ജന്മവാസനകളെ കുറിച്ച് ഖുർആൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അൽ ഹിദായ തക്വീനിയ, അല്ലദീ അതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എല്ലാ വസ്തുക്കൾക്കും അതിന്റെ ഘടന നൽകുകയും അതിനെ പടക്കുകയും എന്നിട്ട് മാർഗദർശനം അരുളുകയും ചെയ്തവൻ. അതുകൊണ്ടാണ് നമുക്ക് ജീവജാലങ്ങളിൽ പലതും, അല്ലേ, അവയുടെ ജീവിതാവശ്യങ്ങൾക്കനുഗുണമായ നൈസർഗികമായ ജ്ഞാനം നൽകപ്പെട്ടവയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരും പഠിപ്പിക്കാതെ തന്നെ ജലത്തിലൂടെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളെ നമ്മൾ കാണുന്നു. ആരും പഠിപ്പിച്ചിട്ടില്ല, മത്സ്യത്തിന് നീന്തം പഠിപ്പിച്ചിട്ടില്ല, മത്സ്യം നീന്തിക്കൊണ്ടിരിക്കുന്നു. പറവകൾക്ക് പറക്കാൻ പഠിപ്പിക്കാതെ പറവകൾ പറന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഓരോ ജീവജാലങ്ങൾക്ക് പരിശോധിച്ച് നോക്കിയാൽ ഇതൊക്കെ അള്ളാഹു ഓരോ സൃഷ്ടിജാലങ്ങളുടെയും അവസ്ഥക്കും അതിന്റെ സ്വഭാവത്തിനും അനുഗുണമായി നൽകിക്കൊണ്ടിരിക്കുന്ന ജന്മവാസനകളാണ്. മനുഷ്യനിലുമുണ്ട്. പക്ഷെ മനുഷ്യനിൽ അതോടൊപ്പം തന്നെ അവൻ ബൗദ്ധികമായ ഒരു അസ്തിത്വം എന്ന നിലക്ക് കൂടിയുള്ള ചില കഴിവുകൾ നൽകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ വൈജ്ഞാനിക മേഖലയിലെ പുരോഗതിക്കും ബൗദ്ധികമായ പുരോഗതിക്കും സഹായകമായ സംഗതികളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതൽ വിശദമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോരുത്തരുടെയും ഉള്ളിൽ, ഓരോരുത്തരുടെയും മനസ്സിൽ, അന്തരാളത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധനം നൽകിയിരിക്കുന്നു. അതിന്റെ നന്മയെയും അതിന്റെ തിന്മയെയും, അതിന്റെ ധർമ്മത്തെയും അതിന്റെ അധർമ്മത്തെയും. ഇനി നമുക്ക് തുടർന്നുള്ള ആയത്തുകളിലൂടെ ഈ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഈ നന്മ തിന്മകളോടുള്ള നമ്മുടെ നിലപാട്, നമുക്ക് ഏതിനോടാണ് കൂടുതൽ ആഭിമുഖ്യം,
ഏതൊരു പ്രവണതയെ, ഏതൊരു വാസനയെ കൂടുതൽ വളർത്തണമെന്നതാണ് നമ്മുടെ താല്പര്യം. അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിത വിജയ പരാജയങ്ങൾ കുടികൊള്ളുന്നത് എന്നാണ് തുടർന്നുള്ള ആയത്തുകളിൽ പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കത് ആ ആയത്തുകളിലൂടെ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.